ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മുടെ മാർവല് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു സ്പെഷ്യൽ ലുക്ക് ടീസർ പോലത്തെ ഒരു സംഭവം ഇറക്കി വിട്ടിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി നമ്മുടെ കോമിക് കോൺ ഇവന്റിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഒക്കെ അനൗൺസ് ചെയ്ത ആ ഒരു ഇവന്റിൽ ആക്ച്വലി ഇവർ ഇട്ട് കാണിച്ച ഒരു ക്ലിപ്പായിരുന്നു. സോ അത് എന്തായാലും അന്ന് തന്നെ ഇത് ലീക്കായതാണ്. പക്ഷെ അന്നൊരു ബ്ലറായിട്ടൊക്കെയാണ് ലീക്കായത്. സോ അതെന്തായാലും അവർ ഒഫീഷ്യലി യൂട്യൂബിലൂടെ ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഗൈസ്, ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡൂമിനെയാണ്. പുള്ളിക്കാരൻ്റെ ത്രോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു വോയിസ് ഓവർ പോകുന്നുണ്ട്. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ സൂസ്റ്റോമിൻ്റെ ആണ്. സൂസ്റ്റോം ആക്ച്വലി നമ്മുടെ ഡോക്ടർ ഡൂമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്ടർ എന്ന് പറയുന്നത് ഭയങ്കര സ്മാർട്ടസ്റ്റ് ഗൈ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് വിക്ടർ ഭയങ്കര കെയറിങ് ആയിരുന്നു, കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഒക്കെ നമ്മുടെ സൂസ്റ്റോം പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അവിടെ മാഗ്നിറ്റോനെ, ഗാംബിറ്റിനെ, വക്കാൻ ലെൻസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ സൂസ്റ്റോം ഇവരോടൊക്കെ വിക്ടറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ സൂസ്റ്റോം പറയുന്നതെന്ന് വെച്ചാൽ വിക്ടർ സ്നേഹിച്ച എല്ലാം അവൻ്റെ നിന്ന് എടുക്കപ്പെട്ടു. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ഒരു പിക്ചറിൻ്റെ താഴെ നിൽക്കുന്നതാണ്. ആ പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയും മോൻ്റെ ഒരു പിക്ചറായിരുന്നു. എനിക്ക് തോന്നുന്നു അത് വിക്ടറിൻ്റെ ഭാര്യയും മോനും ആയിരിക്കാം. സോ ഇത് ആക്ച്വലി നമ്മുടെ മാർവല് ഒരു പോസ്റ്ററായിട്ട് അടിച്ചിറക്കി വിട്ടതാണ് ഈ ഡോക്ടർ ഡൂം നമ്മുടെ പിക്ചറിന് താഴെ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇവനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ തോറിനെയും സ്റ്റീവ് റോജേഴ്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ തന്നെ. അതിനുശേഷമാണ് നമ്മുടെ സൂസ്റ്റോം പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് അറിയായിരുന്നു വിക്ടർ ഭയങ്കര ബ്രോക്കണായിരിക്കുവാന്ന്. പക്ഷെ ഇത്രത്തോളം ബ്രോക്കണായിരിക്കുവാണെന്ന് നമ്മുടെ സൂസ്റ്റോമിന് അറിയത്തില്ലായിരുന്നു എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഒരു ഡോക്ടർ ഡോമിൻ്റെ ഒരു കിഡിലെ ലുക്ക് കാണിക്കുന്നുണ്ട്. സോ എനിക്ക് ഗൈസ് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, നമ്മുടെ ഡോക്ടർ ഡോം വരുന്നത് ഫെന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ നിന്നാണ്. കാരണം ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സൂസ്റ്റോം വിക്ടറിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആക്ച്വലി ഇവരൊക്കെ ഫ്രണ്ടാണ്, നമ്മുടെ റീ റിച്ചാർഡ്സും സൂസ്റ്റോമും വിക്ടറൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സൂസ്റ്റോം വിക്ടറിനെ കുറിച്ച് പറയുന്നത്. സോ ഒരു 100% ഉറപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം. നമ്മുടെ ഡോക്ടർ ഡൂം വരുന്നത് ഫെന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ നിന്നാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു സിറ്റിയാണ്. മേ ബി നമ്മുടെ ഒരു എക്സ്മെൻ യൂണിവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടോബി മാഗുവറിൻ്റെ യൂണിവേഴ്സ് ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനുശേഷം നമ്മുടെ റീ റിച്ചാർഡ്സ് നമ്മുടെ ഡൂമിൻ്റെ ഇങ്ങനെ മേത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് വിക്ടർ ഡിഡ് യു ഡു ദിസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീയാണോ വിക്ടർ ഇത് ചെയ്തതെന്ന് ഇങ്ങനെ നമ്മുടെ റീ റിച്ചാർഡ്സ് നമ്മുടെ ഡൂമിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമ്മുടെ ഡൂമിൻ്റെ വോയിസ് ഓവറാണ്. അത് പുള്ളി എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഒരു സ്റ്റോളൻ ലൈഫിലാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആൻറ്റ്മാൻ, നമ്മുടെ ചാൾസ് എക്സേവിയർ, മാഗ്നറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫുൾ സ്യൂട്ടിൽ ആകാശമായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒരു പേടിച്ച പോലെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ലോക്കിനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ തോറിൻ്റെ മകളെയും കാണിക്കുന്നുണ്ട്, സ്റ്റീവ് റോജേഴ്സിലെ നമ്മുടെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ജീവിക്കുന്ന ലൈഫ്സൊക്കെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ സൈക്ലോപ്സിനോട് കാണിക്കുന്നുണ്ട്. സൈക്ലോപ്സൊക്കെ ആണെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് വശം കെട്ട പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡൂമിൻ്റെ ഒരു ലാൻഡിങ് കൊണ്ട് വേറെ ലെവൽ സാധനം ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ സംഭവത്തിന് ഡൂമിങ്ങനെ ഒരു കിടിലൊരു ലാൻഡിങ് നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റീ റിച്ചാർഡ്സ് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് വിക്ടർ ഡിഡ് യു ഡു ദിസ് എന്ന് ഷൗട്ട് ചെയ്ത് നമ്മുടെ ഡൂമിനോട് ചോദിക്കുന്നുണ്ട്. ഗൈസ്, പിന്നെ കാണിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമ്മുടെ തോറ് ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിൽ ഫുൾ റേഞ്ചിൽ വന്ന് ഇറങ്ങിയാണ് സ്റ്റോം ബ്രേക്കർ ആയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ തോറ് ഡയലോഗും പറയുന്നുണ്ട് നീ നരകം ബെഗ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് ദാനം ചെയ്യുന്ന നമ്മുടെ തോറ് ഡൂമിനോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തോറ് ഇങ്ങനെ നമ്മുടെ സ്റ്റോം ബ്രേക്കർ കൊണ്ട് അടിക്കാൻ പോകുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ ഡൂം അത് രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം നമ്മുടെ തോർ കുറേ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് തള്ളി ഇങ്ങനെ സെറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയാണ് ഡൂമിനുണ്ടാ കുലുക്കം, ഒരു രക്ഷയില്ല. പുള്ളി അതുപോലെ തന്നെ നിൽക്കുന്നു, ഒരു വടി പോലെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണുന്നതെന്ന് വെച്ചാൽ ഡൂം നമ്മുടെ സ്റ്റോം ബ്രേക്കറിനെ തട്ടിക്കളയാണ്. അതിനുശേഷം നമ്മുടെ തോറിനെ ഒരുമാതിരി ചുമ്മാ ഇങ്ങനെ നമ്മൾ കൈ തട്ടിക്കളയുന്ന പോലെ ചുമ്മാ അങ്ങോട്ട് തട്ടിക്കളയുന്നു, തോറിനെ അവർ തട്ടിക്കളയുന്നു. അങ്ങനെ നമ്മുടെ തോർ അവരെ ഡിഫീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഡൂമിന് ചുറ്റുമുള്ള സെന്റിനൽ റോബോട്ട്സ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അതിനുശേഷം നമ്മുടെ ഡൂമിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, വേറെ ലെവൽ സാധനം എന്ന് വെച്ചാൽ ഹെൽ ആൻസേഴ്സ് ടു മീ ഫോർ ഐ ആം ഡൂം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂം ഇങ്ങനെ കൈയൊക്കെ പൊക്കി നിൽക്കുകയാണ്. വേറെ ലെവൽ രോമാഞ്ചിഫിക്കേഷൻ സാധനമായിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രെയിലർ ഇവിടെ എൻഡ് ആവുകയാണ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്.
ഗൈസ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി നേരത്തെ നമ്മൾ കൊമിക്കോണിലിട്ട് കാണിച്ച ട്രെയിലർ തന്നെയാണ്, പക്ഷേ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഡൂമിനെ കുറച്ചും കൂടെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതെന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. കുറേ ഒരു ഗൂസ് ബംസ് സീൻസൊക്കെ ഈ ട്രെയിലർ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗൈസ് എനിക്കിതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.